ഇന്ന് എൻ്റെ മോൻ്റെ സ്കൂളിലെ ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും ഞാൻ മുടങ്ങാണ്ട് അവൻ്റെ എല്ലാ ആനിവേഴ്സറി അന്ന് ഞാൻ സ്കൂളിൽ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് അവൻ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇപ്രാവശ്യത്തെ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നതിനേക്കാളും മുന്നേ ഒരു കഥയുണ്ട് കേട്ടോ. അപ്പം ഇവൻ സ്കൂളിൽ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുന്ന കാര്യമൊന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാനിട്ട് ചോദിക്കാനിട്ട് വിട്ടുപോവുകയും ചെയ്തു. അങ്ങനെ ടീച്ചർ ഇത്ര പൈസ വരും എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പിലിട്ട സമയത്ത് ഞാൻ അവനോട് ചോദിച്ചു, നീ എന്താ ഡാൻസിനൊന്നും ചേരാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു കഷ്ടകാലം എന്താണെന്നറിയില്ല. ഫോൺ അവന് റേഞ്ച് കട്ടായിട്ട് അവൻ എന്താ കേട്ടതെന്ന് എനിക്കറിയില്ല. അവൻ പിറ്റേ ദിവസം ക്ലാസ്സിൽ ടീച്ചറോട് ചെന്ന് പറയാണ്, അമ്മ ചേരണ്ട പറഞ്ഞു, പൈസ ഇല്ല എന്ന് പറഞ്ഞു എന്നൊരു ഇതാണ് കുട്ടി പറയുന്നത് കേട്ടോ. ടീച്ചർ അപ്പം തന്നെ എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടു, എന്താണ് കുട്ടിയുടെ ഒരു ആഗ്രഹമല്ലേ, എന്തിനാണ് നിങ്ങളത് വേണ്ടാന്ന് വെക്കുന്നത്, അവൻ എന്തായാലും ചേർന്ന് പോയില്ലേ. ഞാൻ മനസ്സാ പോലും അറിയാത്തൊരു കാര്യമായതുകൊണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് പോയിട്ട് അപ്പം തന്നെ ഞാൻ ടീച്ചറെ വിളിച്ചിട്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഞാൻ ചേരാനാണ്, എന്തുകൊണ്ടാണ് നീ ചേർന്നില്ല എന്നാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. ടീച്ചർക്ക് കാര്യം മനസ്സിലായി. അവൻ വന്നപ്പോൾ അമ്മ സംസാരിക്കുന്നത് സത്യത്തിൽ ഈ സംഭവം നടക്കുന്ന രാത്രി ആയതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്നതിന് മുന്നേ എനിക്കൊന്നും അവനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല, വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളും ഇങ്ങനൊരു കാര്യം അവൻ കേട്ടത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഓൾറെഡി കോള് കട്ടാവും ചെയ്തു. അതിനുശേഷമാണ് അവൻ സ്കൂളിൽ പോയിട്ട് ഇങ്ങനെയുള്ളൊരു കാര്യം പറയുന്നത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമിച്ചൊരു സമയമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കഷ്ടപ്പെടുന്നത് അവന് വേണ്ടിയല്ലേ, നമ്മളത് പറ്റില്ല എന്ന് പറഞ്ഞ് ടീച്ചറെ അടുത്ത് ചെന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സ് എത്രത്തോളം വേദനിച്ചു എന്നുള്ളതാണ് കേട്ടോ ഞാൻ അന്ന് ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഡാൻസും അവൻ്റെ ഇതൊക്കെ കാണുമ്പോൾ മനസ്സ് നിറയാണ്. മോനോട് ഒരു കാര്യം അമ്മയ്ക്ക് പറയാനുള്ളൂ, അമ്മ ഈസ് ഓൾവേസ് വിത്ത് യു.